എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പെർ ടെക്നിക്കൽ പേസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന സെക്ഷൻ ഓവർസിയർ ഗ്രേഡ് 2 and 3 എന്ന് പറയുന്ന ഏരിയയിൽ മെക്കാനിക്കൽ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ അനാലിസിസുമാണ്. അപ്പൊ നമുക്ക് രണ്ട് കോഴ്സുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് KWA, രണ്ടാമത്തെ ഇറിഗേഷൻ. ഓക്കെ, കാരണം KWA ഇവിടെ ഉൾപ്പെടുത്താൻ കാര്യം വെച്ചാൽ KWA കുറെ ക്വസ്റ്റ്യൻസ് വേണ്ടാതായിരിക്കും. ബട്ട് അതിന്റെ സിലബസ് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഇതിങ്ങനെ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതും കൂടെ പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഇറിഗേഷന്റെ ക്ലാസ് ഏകദേശം 33 ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ 2 സെക്ഷൻ റെക്കോർഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിന് ഡിസ്കസ് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുക. അപ്പൊ ഏകദേശം നമുക്ക് വേണ്ടത് ഒരു 8 റിവിഷൻ സെക്ഷൻസ് വേണമെന്നാണ് വിചാരിക്കുന്നത്. 8 റിവിഷൻ ഏറ്റവും കുറഞ്ഞത്. ഓക്കെ, ഒരു 8 റിവിഷൻ സെക്ഷൻ എന്തായാലും നമ്മൾ ഇറിഗേഷന് വേണ്ടി അല്ലെങ്കിൽ KWA ഇറിഗേഷനും കൂടെ കമ്പൈൻഡ് ആയിട്ട് എന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ എന്നാലേ? എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? എല്ലാവരും റെഡി അല്ലേ? എവരിത്തിങ് എല്ലാം നമ്മൾ ഇതിൽ കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോകും. ഒരു 8 മോക്ക് ടെസ്റ്റ് കൂടെ കഴിയുമ്പോൾ എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക ഐഡിയ കിട്ടും നിങ്ങൾ ഏത് ലെവലിൽ എത്തി എന്നുള്ളത്. കുറെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഡിഫിക്കൽറ്റി ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ബുദ്ധിമുട്ടാക്കേണ്ട, കാരണം എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Then which nut has a blind hole with a hemispherical top? With nut has a blind hole with hemispherical top. Cap nut, dome nut, capstan nut, collar nut. പെട്ടെന്ന് ആൻസർ ചെയ്യും. ഓക്കെ, ആർക്കും തന്നെ വലിയ മിസ്റ്റേക്സ് ഒന്നും പറ്റിയിട്ടില്ല. അതാണ് ഡോമിനറ്റ് എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ഇവിടെ ബ്ലൈൻഡ് ഹോൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? എന്താ ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ബ്ലൈൻഡ് ഹോൾ? എന്താ ബ്ലൈൻഡ് ഹോൾ? ബ്ലൈൻഡ് ഹോൾ എനിബഡി? ക്രോസ് ചെയ്യോ? ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യോ? ഒരു ഓപ്പണിംഗ് മാത്രമേ ബ്ലൈൻഡ് ഹോൾ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഓർത്തിട്ടാണ്. ഇതാണ് ഡോം നെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലി തന്നെ ഒരുപാട് കണ്ടിട്ടുള്ള നെറ്റായിരിക്കും ഡോം നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് A2 trimmed drawing sheet? What is the size of A2 trimmed drawing sheet? 297 into 420, 594 into 841, 420 into 594, 841 into 1189. ഏതായിരിക്കും ആൻസർ? A ആണോ, B ആണോ, C ആണോ, D ആണോ? എല്ലാവരും കൃത്യമായി ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാം. പല പല ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി തെറ്റിക്കാനുള്ള സമയമില്ല. ഏതാണ്? $420 into 594. ഓക്കെ, 420 into 594 ആണ് ആൻസർ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു 210 297, 210 297 ആണ് ബേസിക് A4 എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് 1 into വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത്. ലെങ്ത് ടു വിഡ്ത്ത് ആകുമ്പോൾ എന്ത് വരും? √2 into 1 എന്ന് വരും. ഓക്കെ, എല്ലാവരും തന്നെ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി കയറി വരുന്ന ഏരിയയാണ്. നെക്സ്റ്റ് ഈ ചാർട്ട് ജസ്റ്റ് നിങ്ങൾ നോക്കി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ആയതുകൊണ്ട് ഇനി ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. നോക്കിക്കോളൂ, ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കോളൂല്ലേ? റൈറ്റ്. ഓക്കെ, ട്രിംഡ് പേപ്പർ സൈസ് A0 തൊട്ട് A4 വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. ട്രിംഡ് പേപ്പർ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് A0 തൊട്ട് A4 വരെ ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടിൽ നൗ? പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ല, ഇത് ട്രിംഡ് ആണ്. അൺട്രിംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ടീസ് ഒന്നും അല്ല. ഇതിനെക്കാട്ട് ഒരു 30 കുറച്ച് കൂടുതൽ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. വളരെ അപൂർവമായിട്ട് അൺട്രിംഡ് സൈസ് ചോദിച്ചു കിടക്കുന്നു. ഓക്കെ, ഞാൻ ചാർട്ട് ഷെയർ ചെയ്യാം. അൺട്രിംഡ് ചാർട്ട് ഷെയർ ചെയ്യാം. പക്ഷെ അത് നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇത് ഏതിന്റെയാണ്? ഇത് എന്തിന്റെ ഡിസ്കനേഷൻ ആണെന്ന് പറയാൻ പറ്റും? ഈ ഫിഗർ എന്തിന്റെ ഡിസ്കനേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഡ്രോയിങ് ബോർഡ്.
ഓക്കെ, ഡ്രോയിങ് ബോർഡ് ഡിസിഗ്നേഷൻ ആണ്. ഈ ബേസിക് ഡയമെൻഷൻസ് ലെങ്ത് വിഡ്ത് തിക്നെസ് കൃത്യം അറിഞ്ഞിരിക്കണം. A0 A1 അല്ലെങ്കിൽ D0 D1 എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ D2 ആൻഡ് D3 15 ആയിരിക്കും തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, ഇത് ഏതിന്റെയാണ്? എനിബഡി? ടി സ്കെയിൽ. എല്ലാവർക്കും വിസിബിലിറ്റി ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ? നോ ഇഷ്യൂസ്. രണ്ടും മിസ് കോൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ ഡൗട്ട്. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, name the line drawn to still water. Name the line drawn to still water. Vertical line, angular line, inclined line, horizontal line. ഏതായിരിക്കും? പ്ലെയിൻ വാട്ടറിന്റെ ഒരു ലെവൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏത് ലൈൻ ആയിരിക്കും? ഇറ്റ്സ് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇറ്റ്സ് ഹൊറിസോണ്ടൽ ലൈൻ. വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, then what is the purpose of batten provided in the drawing board? കുറച്ച് പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കും. To prevent warping, to fasten strips, to rest on the table, to give support to the strips. Okay, batten provide ചെയ്യുന്ന ഡെഫിനിഷൻ നമ്മൾ കൃത്യമായി തന്നെ വായിച്ചോട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കുറെ പേർക്ക് മിസ്റ്റേക്ക് പറ്റിയാണ്, കുറെ പേർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുമുണ്ട്. ടു പ്രിവെന്റ് വാർപ്പിംഗ് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായ ആൻസർ വരിക. ഓക്കെ, കാരണം നമുക്ക് പെട്ടെന്ന് ഒരു സപ്പോർട്ട് സ്ട്രിപ്പ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഓഫ്കോഴ്സ് ഇറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഡ്രോയിങ് ബോർഡിന്റെ വാർപ്പിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. കാരണം ചിലപ്പോഴൊക്കെ നമ്മുടെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങളിൽ ഒന്നായിട്ട് വരുന്ന ചോദ്യമാണത്. ഓക്കെ, what is the purpose of batten provided in the drawing board? Okay, clear? എന്താണ് ബാറ്റേൺസ് കാര്യങ്ങളൊക്കെ അറിയാലോ? ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലെ? Then what is the formula for determining the least count of vernier caliper? 1 MSD minus 1 VSD, 1 MSD minus 1 MSD, 1 MSD plus 1 VSD, 1 MSD plus 1 VSD. Okay, lots of options are there. Okay, ഓപ്ഷന്റെ ഓർഡർ മാറിപ്പോയല്ലേ, ഏതായിരിക്കും? ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഇതിലിവിടെ ABCD ലെഫ്റ്റ് മാറിയിട്ടുണ്ടെങ്കിലും അത് ആ ഓർഡറിൽ തന്നെ ആൻസർ ചെയ്തോട്ടോ. ഓക്കെ, ഏതാണ്? 1 MSD minus 1 VSD ആണ്. നോർമലി മെയിൻ സ്കെയിൽ ഡിവിഷൻ ഫോർ വെർനിയർ കാലിപ്പർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. 1 MSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1 MSD എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. 1 MSD എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓപ്ഷൻ 1 mm, 0.5 mm എന്നൊക്കെ പറഞ്ഞു വരും. എത്രയായിരിക്കും? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയായിരിക്കും? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 mm. ഓക്കെ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 mm. അപ്പൊ 1 മൈനസ് ഒരു VSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 49/50 ആണ്. Then the answer will be 0.02 ആയിരിക്കും എന്ന് വരിക. 0.02 ആയിരിക്കും എന്ന് വരിക. വെർനിയർ കാലിപ്പറിന് നമ്മൾ നോർമൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന വെർനിയർ കാലിപ്പറിന് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കാലിപ്പറിന് കുറെ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മൈക്രോമീറ്റർ പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ലീസ്റ്റ് കൗണ്ട് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, what is used to remove unwanted lines? What is used to remove unwanted lines? Eraser. Okay, വേറെ ഡിഫിക്കൽറ്റി ഒന്നുമില്ലല്ലോ. Eraser. Then പിന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് വിചാരിച്ചേക്കാം. Where is the title block placed in a drawing? Where is the title block placed in a drawing? At top right hand corner, at bottom right hand corner, at top left hand corner, at bottom left hand corner. At bottom right hand corner. Very simple question നമുക്ക് ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചോദ്യമായിരുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ വലതുവശത്ത് ഒരു മൂലയിലുള്ള ഒരു ചെറിയ ചതുരപ്പെട്ടിയാണ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയമെൻഷൻ ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. എനിബഡി ആർക്കെങ്കിലും പറയാമോ?
Dimension of a title block. Dimension of a title block. Okay, very good. Okay. 185 into 65. It's a very important thing. ഇടയ്ക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. 185 into 65 എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. അതൊക്കെ കൃത്യമായി തന്നെ ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, കാരണം നമ്മളൊക്കെ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്നത് ഈ 150 into 50 എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് in PSC examinations, ഞാൻ അങ്ങനെ തന്നെ പറയും, in PSC examination it follows 185 into 65. ഓക്കെ, ഓക്കെ ആണല്ലോ. 185 65 ഓർത്തിരിക്കുക. സ്കെയില് ഓർത്തിരിക്കുക. ഇത് ഏത് സ്കെയിലാന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത് ഏത് സ്കെയിൽ ആയിരിക്കും? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സിമ്പിൾ ഏത് സ്കെയിലാണ്? നോട്ട് സ്കെയിൽ, ഏത് ആംഗിൾ പ്രൊജക്ഷൻ ആണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സിമ്പിൾ ഏത് ആംഗിൾ പ്രൊജക്ഷൻ ആണ്? ഫസ്റ്റ് ഓർ തേർഡ്? ഇറ്റ്സ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലേ? റൈറ്റ് സൈഡ് വ്യൂ അല്ലേ റൈറ്റ് വരച്ച് വെച്ചിരിക്കുന്നേ? ഇവിടെ നിന്ന് നോക്കുവായിരുന്നെങ്കിൽ, ഇവിടെ നിന്ന് നോക്കിയ വ്യൂ ആയിരുന്നെങ്കിൽ എവിടെ വന്നേനെ? ഇവിടെ ഹോളും ഇത് ഡോട്ട് വന്നേനെ അല്ലേ? Am I right? Is it clear? It's an angle projection. Okay, ഫിഗർ വെച്ചുള്ള പ്രോബ്ലം ഒന്നും വരില്ല. ബട്ട് ദ കൺസെപ്റ്റ് ഷുഡ് ബി എന്താ പറയാ, ക്ലിയർ ആയിരിക്കണം നമ്മൾ. Okay, then how are visible lines shown on a drawing? By dash lines, by dotted lines, by continuous thick lines, by alternate dash and dot line. By continuous thick lines. Okay, Rahul, Amal, Srijit, Anwar, Hari, Akshay. ഹരിയാണോ വിളിച്ചിരുന്നേ? മിസ് കോൾ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ബൈ കണ്ടിന്യൂസ് thick lines. Okay. Okay. When drawing of the same size is drawn as that of object, the scale is called. When the drawing of the same size is drawn as that of the object, the scale is called diagonal scale, plane scale, full size scale, reduced size scale. ഏതായിരിക്കും? ഫുൾ സ്കെയിൽ അല്ലേ? അതായത് വേറെ ഒന്നും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല. സെയിം സൈസ് തന്നെ വരയ്ക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്താണ്? ഫുൾ സൈസ് സ്കെയിൽ ആണ്, പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ദെൻ RF ഇൻ കേസ് ഓഫ് എൻലാർജ്ഡ് സ്കെയിൽ, 3 സ്കെയിൽ പഠിച്ചിട്ടുണ്ട്. എൻലാർജ്ഡ്, റെഡ്യൂസ്ഡ്, ട്രൂ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? The RF in case of enlarged scale. The RF in case of enlarged scale. The RF in case of enlarged. It should be greater than 1. It should be greater than 1. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ചാർട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:1, റെഡ്യൂസ്ഡ് സ്കെയിലിന് കുറച്ച് എക്സാമ്പിൾസ്, എൻലാർജ്ഡ് സ്കെയിലിന് കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, നമുക്ക് നോർമലി എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എഴുതാവുന്നുള്ളൂ. ഓക്കെ, റെഡ്യൂസ് സ്കെയിൽ എവിടെ യൂസ് ചെയ്യാം? ബിൽഡിങ്ങുകളിലൊക്കെ യൂസ് ചെയ്യാം അല്ലെ? റെഡ്യൂസ് സ്കെയില് ബിൽഡിങ്ങുകളിലൊക്കെ യൂസ് ചെയ്യാം. എൻലാർജ് സ്കെയിൽ എവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? എൻലാർജ് സ്കെയിൽ എവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എൻലാർജ് സ്കെയിൽ ഈ ചെറിയ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ, ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എൻലാർജ് ചെയ്താണ് വരയ്ക്കുന്നത്. ഓക്കെ, സർക്യൂട്ട്സിന്റെ ഉള്ളിലുള്ള ഡ്രോയിങ് ഒക്കെ. ഓക്കെ, ഗുഡ്. ദെൻ the included angle of Acme thread is. The included angle of Acme thread is 48 degree, 29 degree, 90 degree, 45 degree. 48, 29, 90, 45. ഏതാണ്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതിനിടയ്ക്ക് അൻവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അൻവർ, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് പറയാം കേട്ടോ. ഓക്കെ, the included angle of Acme thread. The included angle of Acme thread ഏതാണ്? 29 degree. ഓക്കെ, വെരി ഗുഡ്. ആർക്കും തന്നെ വലിയ മിസ്റ്റേക്സ് ഒന്നും പറ്റിയില്ല. അതായത് ട്രപ്പസോയിഡൽ ത്രെഡ്, ട്രപ്പസോയിഡൽ ത്രെഡ് തന്നെയാണ് ആക്മെ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ട്രപ്പസോയിഡൽ ത്രെഡ് ആണ്. ഓക്കെ, ഇനി ഇത് ട്രപ്പസോയിഡ് ആണോ ട്രപ്പേസി ആണോ എന്ന് PSC ഇതുവരെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെ
ട്രപ്പസോയിഡ് ആയിട്ടും ചിലതിൽ ട്രപ്പസി ആയിട്ടൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്കൊന്ന് PI വർഗീസ് ഫോളോ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. നിങ്ങൾ കൂടുതൽ പേരും ട്രപ്പേസിയം ആയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ട്രപ്പസോയിഡ് ആണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ട്രപ്പസോയിഡ് തന്നെ ഫോളോ ചെയ്യാനാണ്. ഇനി ക്യാൻസൽ ആവുള്ളൂ എന്നൊക്കെ രണ്ടാമത്തെ വശം. ഓക്കെ, UK സിസ്റ്റവും ബ്രിട്ടീഷ് സിസ്റ്റവും ഫോളോ, അമേരിക്കൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, ഡിഫറൻസ് ഒന്നുമില്ല. ഒന്നില് ഇത് നമ്മൾ ട്രപ്പസോയിഡ് എടുക്കുകയാണെങ്കിൽ ട്രപ്പേസി എന്ന് പറഞ്ഞാൽ 4 സൈഡും പാരലൽ അല്ലാണ്ട്, ബട്ട് ഇൻ PI വർഗീസിൽ ഇതാണ് ട്രപ്പേസി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ട്രപ്പസോയിഡ് എല്ലാ സൈഡും പാരലൽ അല്ലാണ്ട് പോകുന്നതിനെ അവിടെ അത് ട്രപ്പസോയിഡ് ആയിട്ട് എടുത്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടേമിലെ വ്യത്യാസമാണ്. ആ ടേം ഒന്ന് UK സിസ്റ്റം ഫോളോ ചെയ്യുന്നു, ഒന്ന് US ഫോളോ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. 29 ഡിഗ്രി ആക്മേറ്ററോട് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. The thickness of log nut is dash than that of standard nut, less equal more none of this. The thickness of log nut. The thickness of log nut. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് നെറ്റിനെക്കാട്ടും കുറവാണോ കൂടുതലാണോ എന്നാണ്. നോർമലി എത്ര കൊടുക്കാന്ന് അറിയോ? അതൊക്കെ നമ്മൾ കുറെ വരച്ച് പഠിച്ചിട്ടുള്ളായിരിക്കും അല്ലെ? എത്ര കൊടുക്കാറ്? ഇത് D ആണെങ്കിൽ നോർമലി 0.8 D ആണ് കൊടുക്കാറ്. അപ്പൊ ഇതാണ് ലോക്ക് നട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് വരിക? ലെസ് അല്ലേ വരിക? ഇസ് ഇറ്റ് ക്ലിയർ? ആർ യു ഫോളോയിങ്? Is it clear? Doubt illalo? Then what is used in Lewis foundation board? Cotter, coupling key and shaft. Very important question. It's very important question. What is used in Lewis foundation board? എനിക്ക് അറിയുമെങ്കിൽ ആൻസർ ചെയ്യാം, അതർവൈസ് ഞാൻ പറയാം. Cotter, coupling key, shaft. Cotter, coupling key, shaft. ഫൗണ്ടേഷൻ ബോൾട്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. What is used in Lewis foundation board? Okay, Munavir, very good Munavir. Munavir വളരെ ക്ലിയർ ആൻസർ. ഏത് കീ ആണെന്ന് വരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും കുറച്ച് ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചില്ല, എന്നിട്ട് നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും വരച്ചിട്ടുണ്ടോ? മെഷീൻ ഡ്രോയിങ് വരച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ വിശ്വാസം. മെഷീൻ ഡ്രോയിങ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. കേട്ടോ, കുഴപ്പമില്ല. ഇനി പഠിക്കാത്തത് ഇനി നമുക്ക് ഇപ്പൊ നോക്കുക എന്നുള്ളത്, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയി. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ഇത് ഏതായിരിക്കും? വാട്ട് ഈസ് ഇറ്റ് ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട്? കീ. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് തെറ്റില്ലല്ലോ, ഇനി നിങ്ങൾക്ക് തെറ്റില്ലല്ലോ. ജിബ് ഹെഡ് കീ ആണ്. ഇവിടെ നമുക്ക് കീ എന്ന് മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ കീയിലേക്ക് പോയിക്കൂടെ? ഓക്കെ, ജിബ് ഹെഡ് കീ. ജിബ് ഹെഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് കീ ആയിട്ട് മുമ്പോട്ട് പോയിക്കൂടെ? റൈറ്റ്. ഓക്കെ, ഇത് വേറൊരു രീതിയിൽ ചോദിച്ചു കാണാറുണ്ട്. ടാപ്പേഡ് ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണ്? ടാപ്പേഡ് ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണെന്ന് ചോദിച്ചു കാണാറുണ്ട്. ഏതായിരിക്കും ആൻസർ വരിക? ടാപ്പേഡ് ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോൾട്ട് ഏതായിരിക്കും? ഇറ്റ്സ് ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഓക്കെ, ഈ ലെവിസ് എന്ന് പറയുന്ന പേര് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലെവിസ് എന്ന് പറയുന്ന പേര് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും, സിവിൽ എഞ്ചിനീയറിംഗ് റിവൈസ് ചെയ്യുന്ന സമയത്തോ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ലെവിസ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഓക്കെ, ജീൻസ് എന്തായാലും സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഈ സ്റ്റോണിനെ പൊക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ പേര് സംതിങ് ലൈക്ക് ദാറ്റ് അല്ലേ? അല്ലേ?
ഇതേതായിരിക്കും? Which foundation board is common and simple? Common and simple. Lewis, Ben, Rank and I. കോമൺ ആൻഡ് സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ബോൾട്ടുകളുടെ ഫിഗറോടെ കാണിച്ചു തരാം. ദിസ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട്, ദിസ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട്. ഓക്കെ, ഇത് ബെൻ ഫൗണ്ടേഷൻ ബോൾട്ട് ആണ്, ഇത് റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്, ഇത് ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഓക്കെ, ഏതാ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്? അല്ലെ, നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള ആണ്. ബട്ട് ഇതിന്റെ കീ വന്നിരിക്കുന്നത് PSC കീ അല്ല, വേറൊരു NCVT എക്സാമിന്റെ കീ ആയിട്ട് ഇത് കണ്ടത് ലെവിസ് ആണ്. ഞാനത് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, വേറെ എവിടെയെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കീ ഉള്ളത് കൊണ്ട് സിമ്പിൾ ആയത്. എനിക്ക് മനസ്സിലായില്ല മുനിവീർ, എന്താ ഉദ്ദേശിച്ചത്, എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ കീയിൽ കാണിച്ചിരിക്കുന്ന ലെവിസ് ആണ്. അപ്പൊ ഇതിന്റെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ പരിശോധിച്ചിട്ട് നമുക്ക് അതിന്റെ ഫൈനൽ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ലെവിസുമായിട്ട് മുമ്പോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സിംപ്ലിസിറ്റി കൊണ്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ബട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ആണ്. ആം ഐ റൈറ്റ്? അല്ലെ? PSC ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, PSC കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒന്ന് മനസ്സിലൊന്ന് ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, okay, then a circle on the elbow of a welding symbol indicates. A circle on the elbow, a circle on the elbow of a welding symbol indicates. Anybody? ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെ ഒരു സംഭവം വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെന്താണ് ഉദ്ദേശിക്കുന്നത്? വെൽഡ് ഓൾ അറൗണ്ട്. ഓക്കെ, വെൽഡ് ഓൾ അറൗണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, വെൽഡ് ഓൾ അറൗണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. വെൽഡ് ഓൾ അറൗണ്ട്. Okay. The length of the weld is indicated on which side of the weld symbol? Which type of joint is obtained by welding? Semi-permanent, temporary, permanent, none of this. Which type of joint is obtained by welding? Semi-permanent, temporary, permanent, none of this. അപ്പോൾ പെരിഫറൽ വെൽഡ് സിമ്പിൾ ഇങ്ങനൊരു സിമ്പിൾ കാണാം ഞങ്ങൾക്ക്. ഇത് ബോൾഡ് ചെയ്തിട്ട് സർക്കിൾ ആയിരിക്കില്ല, ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ ഏതാ ഫീൽഡ് വെൽഡ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ട് ജസ്റ്റ് സർക്കിൾ അല്ലേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വെൽഡ് ഓൾ അറൗണ്ട് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ മുനവീർ? ഓക്കെ, then ഇവിടെ ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ വെൽഡിംഗ്? സെമി പെർമനന്റ്, ടെമ്പററി, പെർമനന്റ്, നൺ ഓഫ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് പെർമനന്റ് ജോയിന്റ്. ഓക്കെ, എന്താണ് പെർമനന്റ്, എന്താണ് സെമി പെർമനന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. Welding symbol placed on the dashed line represents welding on the arrow side, welding on the right side, welding on the other side, none of this. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. മൂന്ന് സിമ്പിൾ മാത്രം ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെൽഡിംഗ് സിമ്പിൾ പ്ലേസ് ഓൺ ദ ഡാഷ്ഡ് ലൈൻ. ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ വെൽഡിംഗ് ഓൺ ദി അതർ സൈഡ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, വെൽഡിംഗ് ഓൺ ദി അതർ സൈഡ്. ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ ആരോ കട്ട് ഉള്ള സൈഡിൽ തന്നെ വെൽഡ് ചെയ്യാന്നുള്ളതാണ് മീൻ ചെയ്തത്. ഇതെന്തായിരിക്കും അപ്പം? ഇതിപ്പോ എന്തായിരിക്കും? ഫസ്റ്റ് ഫിഗർ അപ്പോൾ എന്താവാനാണ് സാധ്യത? സിമെട്രി. ഓക്കെ,
ബോത്ത് സിമെട്രി. ഓക്കെ ഓക്കെ ആണല്ലോ. വെൽഡിംഗ് സിമ്പിൾ വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ. പിന്നെ ഇനി അഥവാ PSC കടുമിട്ട് വെട്ടിയാലും നമ്മൾ വെറുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്വസ്റ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IT ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് തന്നെ. ഓക്കെ ഇത്രയും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ പുതിയതായിട്ടൊരു ക്വസ്റ്റ്യൻ ഇടാൻ അങ്ങനെ ചിന്തിച്ചാലോ? അങ്ങനെ വരില്ല, അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നോക്കി നോക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ടോ പ്രതീഷ്. ഞാൻ ഇല്ല എന്ന് ഉറപ്പ് പറയുന്നില്ല. ചെക്ക്. ഓക്കെ What is the function of a washer? To fill the axial gap, to provide cushioning effect, to absorb shock and vibration, to provide bearing area. What is the function of a washer? അതായത് വാഷർ എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ടർ ഡയ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. ഡയമീറ്റർ D, ഇത് D ആണെന്ന് വിചാരിക്കും. ഡയമീറ്റർ D എന്തായിരിക്കും? ഔട്ടർ ഡയമീറ്റർ എത്രയായിരിക്കും? ഔട്ടർ ഡയമീറ്റർ എത്രയായിരിക്കും? ഔട്ടർ ഡയമീറ്റർ എത്രയായിരിക്കും? 2D + 3mm. ഓക്കെ ഇടയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. നോട്ട് 2.5D 2D + 3mm. ഇത് എനിക്കൊന്ന് കഴിഞ്ഞ ഒരു ട്രേസർ എക്സാമിനേഷൻ ഇത് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അവിടെ ചോദിച്ചത് 5mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാഷറിന്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായത്. എത്രയായിരിക്കും? 5mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കുന്ന വാഷർ എത്രയായിരിക്കും? 13mm വാഷറാണ് കൊടുക്കുന്നത്. ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. 2D + 3. 2D + 3. നമ്മൾ എവിടെയോ 2D + 13 പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാന്ന് ഓർക്കുന്നുണ്ടോ? 2D + 13 നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എനിബഡി റിമെമ്പർ? 2D + 13. റിവറ്റിലൊന്നല്ല നമ്മൾ പഠിച്ചത്. 2D + 13 പഠിച്ച കപ്ലിംഗിലാ. ഏതിലാ? മഫ് കപ്ലിംഗ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ? സ്ലീവിന്റെ. ഓക്കെ റിവൈസ് ചെയ്യണേ. ഓക്കെ then washers are generally specified by thickness, outer diameter, central hole diameter, mean diameter. Washers are generally specified by thickness, outer diameter, central hole diameter, mean diameter. ഏതായിരിക്കും? സെൻട്രൽ ഹോൾ ഡയമീറ്റർ വെച്ചാണ് അല്ലെ? അതായത് നമുക്ക് എത്ര MM-ന്റെ ഷാഫ്റ്റിനാണെന്ന് മാത്രമേ നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. മറ്റേതെന്താണ്? ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, അതനുസരിച്ച് വന്നോളൂ. ഓക്കെ നമ്മൾ പോയിട്ട് 10 mm-ന്റെ വാഷർ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 mm-ന്റെ വാഷർ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 mm ഔട്ടർ ഉള്ളതാണോ തരിക? 10 mm ഇന്റേണൽ ഉള്ളതാണോ തരിക? ഏതായിരിക്കും നമുക്ക് തരിക? ഏതായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക? സെൻട്രൽ ഹോൾ ഡയമീറ്റർ അല്ലേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ ശ്രദ്ധിക്കുക. ഓക്കെ ഫംഗ്ഷൻ ഓഫ് വാഷർ എന്താ ഡൗട്ട്? ടു പ്രൊവൈഡ് ബെയറിംഗ് ഏരിയ. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, സോറി. ഓപ്ഷൻ D, ടു പ്രൊവൈഡ് ബെയറിംഗ് ഏരിയ. ഓക്കെ ഞാൻ പെട്ടെന്ന് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോയതാണ്. ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ ആണല്ലോ അല്ലെ? വാഷർ ഫംഗ്ഷൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ടു പ്രൊവൈഡ് ബെയറിംഗ് ഏരിയ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ Which of these used for absorbing shocks and vibration? Check nut, screw nut, castle nut, ring nut. ഈ പറയുന്നതിൽ ഏതായിരിക്കും കൂടുതൽ ഷോക്ക് ആൻഡ് വൈബ്രേഷൻ വിസ്റ്റാൻഡ് ചെയ്യാം? ജസ്റ്റ് ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ചെക്ക് നട്ട്, സ്ക്രൂ നട്ട്, കാസിൽ നട്ട്, റിംഗ് നട്ട്. കാസിൽ നട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാലോ, ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും, കാസിൽ ഉണ്ടാവും, ഇതിൽ ഹോൾസ് ഉണ്ടാവും. ഓക്കെ ഇത് വഴി നമ്മൾ സ്പ്ലിറ്റ് പിന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ? സ്പ്ലിറ്റ് പിന്നിട്ട് കൊടുക്കുകയാണ്. ഈ സ്പ്ലിറ്റ് പിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ അവിടേക്ക് ഷോക്കും വൈബ്രേഷൻ ഒന്നും ഏൽക്കില്ല. ദിസ് ഈസ് കാസിൽ നെറ്റ് ഈസ് വെരി ഫൈൻ ആൻസർ. ഇതാണ് കാസിൽ നെറ്റ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? കാസിൽ നെറ്റ് അറ്റ്ലീസ്റ്റ് എല്ലാവരും വരച്ചിട്ടുണ്ടാവില്ലേ? കാസിൽ നെറ്റ്. ഓക്കെ ക്ലിയർ?
Okay, then. In case of saddle key, the keyway is cut in shaft only. The keyway is cut both shaft and hub. The key is welded to the shaft. The keyway is cut in hub only. And then again, sorry, saddle key. Saddle key ആണ് question. The keyway is cut in hub only. Like saddle key ആകെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? Saddle key വരുന്ന ഫോഴ്സ് എന്ത് മാത്രമാണ്? ഫ്രിക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് റെസ്റ്റ് ഓൺ ദി ഷാഫ്റ്റ് ആണ്. ഇറ്റ്സ് റെസ്റ്റ് ഓൺ ദി ഷാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കീവേ കട്ട് ചെയ്തിട്ടുണ്ടാവാൻ എവിടെയായിരിക്കും? ഹബിലായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ടൈപ്പ് ഓഫ് കീ, അതിന്റെ ടാപ്പർ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കീ ട്രാൻസ്ഫേഴ്സ് പവർ ത്രൂ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓൺലി? സാഡിൽ, വുഡ്രോപ്പ്, കെന്നഡി കീ, സൺ കീ. ത്രൂ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓൺലി. ഏതാണ്? സാഡിൽ കീ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. The thickness of fullering tool is. നമ്മൾ രണ്ട് ടൂൾ പഠിച്ചിട്ടുണ്ട്, കോക്കിംഗ് ടൂൾ ആൻഡ് ഫുള്ളറിംഗ് ടൂൾ. ലീക്ക് പ്രൂഫ് ഓഫ് റിവെറ്റ് ആയിരുന്നു പ്രധാന ഉദ്ദേശം. ലീക്ക് പ്രൂഫ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. The thickness of fullering tool എത്രയായിരിക്കും എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, സെയിം ആസ് തിക്നെസ് ഓഫ് പ്ലേറ്റ് എന്നുള്ളതാണ് കൃത്യമായത്. കാരണം ലീക്ക് പ്രൂഫ് ആയതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ട് ഒരുപാട് കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. കറക്റ്റ് അതിലേക്കാണ് കൊടുക്കുക. ഓക്കെ, സെയിം ആസ് തിക്നെസ് ഓഫ് പ്ലേറ്റ്സ് ആയിരിക്കും ആൻസർ. ഹൗ മച്ച് ഇസ് ദ റേഞ്ച് ഓഫ് വോൾട്ടേജ് ഓഫ് ബാറ്ററി യൂസ്ഡ് ഇൻ ഇഗ്നിഷൻ ത്രൂ സ്പാർക്ക് പ്ലഗ്? നമ്മൾ ബേസിക് ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ഓട്ടോമൊബൈലിൽ വരുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനുമാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബാറ്ററിയിലെ വോൾട്ടേജ് ചോദിച്ചിട്ടുള്ളൂ. ബാറ്ററി വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 12 വോൾട്ടിന്റെ ബാറ്ററി ആണ്. ഓക്കെ, അത് തന്നെയായിരിക്കും ഇവിടെ ആൻസർ. The center distance between two adjacent rows of rivets in a riveted is defined as pitch, margin, diagonal pitch, back pitch. Two adjacent rows of rivets. ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യുക. Two adjacent rows of rivets. നമ്മളിതിന്റെ പ്ലാൻ വ്യൂ നോക്കാന്ന് വിചാരിച്ചു. ഇതാണ് റോ 1, ഇതാണ് റോ 2. ഒരു റോയിലെ രണ്ട് റിവറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? പിച്ച് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ സിക്സാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡയഗണൽ പിച്ച് PD എന്ന് പറഞ്ഞത്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഏതായിരിക്കും? ബാക്ക് പിച്ച്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, the shaft rotating in bushed bearing is a good example of. Sliding fit, push fit, running fit, driving fit. Bushed bearing is cool ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then what will be the name? Option C, running fit ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ? The device in which the compound is held and located for a specific operation and bushes are integrated that guide the tool. Bushes are integrated that guide the tool is called. ഏതായിരിക്കും? Jig, fixture, both A and B, none of these. ജിഗ് ആയിരിക്കും ആൻസർ വരും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു പാത്ത് കറക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. കാരണം രസകരമായിട്ട് ജിഗിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന വളരെ രസകരമായിട്ടൊരു ചോദ്യമായിരുന്നു അല്ലേ?
A device in which component held on the local and specific operation bushes are indicated that gate. The tool is called jig. Okay, clear? And then spring washers are used under nuts to prevent damage to the ball, damage to the nut, damage to the job, slackness of nuts due to vibration. To prevent, എന്ത് prevent ചെയ്യാനാണ് spring washers യൂസ് ചെയ്യുന്നത്? എന്ത് prevent ചെയ്യാനാണ് spring washers യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആർക്കും തന്നെ മിസ്റ്റേക്സും പറ്റിയില്ല. വൈബ്രേഷൻ കാരണമുള്ള സ്ലാക്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രിംഗ് വാഷർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. When the axis of the two shafts are non-parallel and non-intersecting use. Actually, the crossed helical gear ആണ്. അത് just നോട്ട് ചെയ്താൽ മതി. When the axis of the two shafts are non-parallel and non-intersect. രണ്ടും പാരലൽ അല്ല, രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ക്രോസ്ഡ് ഹെലിക്കൽ ഗിയർ ആണ് യൂസ് ചെയ്യുന്നത്. ക്രോസ്ഡ് ഹെലിക്കൽ ഗിയർ. ഓക്കെ. ക്യാൻസൽ ചെയ്യാവുന്നല്ലേ ഉള്ളൂ അത്. For solving cast iron, the coolant used is. For solving cast iron, the coolant used is. Very simple but important question. Water, kerosene, dry air, soluble. ഏതാണ്? ഡ്രൈ എയർ ആയിരിക്കും. കാരണം എന്തുകൊണ്ട് ഡ്രൈ എയർ അവിടെ കൂളന്റ് ആയിട്ട് വരുന്നത്? എന്തുകൊണ്ട് ഡ്രൈ എയർ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കൂളന്റ് ആയി ആക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഗ്രാഫൈറ്റ് കണ്ടന്റ്. ഓക്കെ. കാരണം അതില് കാർബൺ കണ്ടന്റ് ഉണ്ട്. കാർബൺ കണ്ടന്റ് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ആവശ്യമില്ലാത്തത്, കൂളന്റ് എക്സ്ട്രാ ആവശ്യമില്ലാത്തത്. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ കൂളന്റ് വന്നിരിക്കുന്ന അലൂമിനിയം. അലൂമിനിയത്തിൽ യൂസ് ചെയ്യുന്ന കൂളന്റ് ഏതാ? അലൂമിനിയം. Okay, paraffins in the term of kerosene. Okay, kerosene and paraffin are used, widely used. Okay, good. A hole which is not made through full depth of the component is known as core hole, pinhole, blind hole, bore hole. Core hole, pinhole, blind hole, bore hole. It's blind hole. Okay, blind hole ആയിരിക്കും കൃത്യമായ ആൻസർ. Okay. What is the taper ratio for the taper keys? 1:25, 1:75, 1:50, 1:100. 1:100 ആയിരിക്കും ആൻസർ. ഓക്കെ. 1:50 എവിടെയാണ് യൂസ് ചെയ്തിരുന്നത്? 1:50 എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്? ഏത് കീല? പിൻ. ഓക്കെ, പിൻ കീല. ഓക്കെ, ഓക്കെ ആണല്ലോ. അങ്ങനത്തെ കീല അല്ലേ? Okay, then what grade of pencil used for drawing construction lines? Construction line use വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? HB 2H 2B. HB 2H 2B. 2H ആയിരിക്കും ആൻസർ വരിക. ഹാർഡസ്റ്റ് പെൻസിൽ ഗ്രേഡ് ഏതാ? ഹാർഡസ്റ്റ് പെൻസിൽ ഗ്രേഡ് ഏതാണ്? ഹാർഡസ്റ്റ് പെൻസിൽ ഗ്രേഡ് ഗ്രേഡ് ആണ് മൊത്തം ഉണ്ടാവുക. ഓക്കെ. Which size of drawing sheet has its surface area equal to 1 square meter? A0, A1, A2, A3. A0, A1, A2, A3. Okay, A0 ആയിരിക്കും. Okay. In a riveted joint, if D is a diameter, then the margin is equal. Then the margin is equal. ഇതാണ് 1.5D ആയിരിക്കും ആൻസർ. ചിലപ്പോഴൊക്കെ മിനിമം പിച്ച് എന്ന് പറയുന്നത് 2.5D വരാറുണ്ട് കേട്ടോ. മിനിമം. ഓക്കെ, നമ്മൾ പഠിപ്പിച്ച D+30 mm ആയിരിക്കും മിനിമം. ഓർ അതർവൈസ് മാക്സിമം പറയുന്നത് 3D ആയിരിക്കും. പക്ഷെ ഈ D+30 mm നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇല്ല എങ്കിൽ, D+30 mm നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇല്ല എങ്കിൽ അവിടെ 2.5D ആയിരിക്കണം മിനിമം പിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഞാനത് ഒരു ഡിപ്ലോമ ലെവൽ ക്ലാസ് എടുത്ത സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ബട്ട് ഒരു IT ലെവൽ എക്സാമിനേഷൻ നോർമലി D+30 ആണ് തരേണ്ടത്. ബട്ട് ഇൻ കേസ് അത് തന്നിട്ടില്ലെങ്കിൽ 2.5D ആൻസർ ചെയ്തോളണം. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇൻ കേസ് D+30 mm എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ല എങ്കിൽ 2.5D മിനിമം പിച്ച് ആയിട്ട് കൊടുത്തോളണം. നോട്ട് ചെയ്തോ? ഓക്കെ,
Noted. Okay, good. The minimum which are rates of diameter D in steel plate should be 2D 2.5D 3D 3.5D. Okay, ഇവിടെ ഇതിന് പകരം D+30 mm ഉണ്ടെങ്കിലോ? സപ്പോസ് D+30 mm ഉണ്ടെങ്കിലോ? D+30 mm കൊടുത്തോളൂ. ഓക്കെ, എനിക്കൊന്ന് ഏകദേശം 10-40 ചോദ്യത്തോളം ചെയ്തില്ലേ? 40+ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ലേ? ഹോപ്പ്. $35+ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 35+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളൊരു നല്ല പാത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലായി. ഞാനൊരു അവിയൽ പരുവത്തിലാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. ഇനിയുള്ള 8 എക്സാംസ് ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് ഇനി നമുക്ക് നടക്കുന്നത്, ഞാൻ 8ഓളം സെക്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുന്നത് 8ഉം ഇതുപോലെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകാം. കാരണം ഇനി ഞാൻ ടോപ്പിക്കിലേക്ക് പോകില്ല. ഇനി ഓൾ ടുഗദർ നമ്മുടെ പെർഫോമൻസ് അനാലിസിസ് നടക്കണം. ഓക്കെ, എക്സാംസ് ആയിട്ടല്ല, നമുക്ക് തൽക്കാലം എക്സാംസ് ഇനി വേണ്ട. കാരണം തൽക്കാലം ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ പോയിക്കോട്ടെ. നമുക്ക് അനാലിസിസ് കിട്ടിയാൽ പോലെ. കാരണം എക്സാം നടത്തുമ്പോൾ 1 hour അല്ലെങ്കിൽ 45 minutes 1 hour കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം നമ്മൾ മെന്റലി ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം കൊടുക്കണം, ആ ടൈമിൽ ആൻസർ ചെയ്യണം. അത് മീൻസ് എന്താ പറയാ, പെർഫോമൻസ് അനാലിസിസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് തൽക്കാലം അത് ഒഴിവാക്കാം. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എനിക്കൊന്ന് ഇപ്പൊ 40 ക്വസ്റ്റ്യൻ ഒരു 45 days കൊണ്ട് കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റും. ഐ തിങ്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയത് കിട്ടിയത് തോന്നുന്നു. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബട്ട് സം ന്യൂ ക്വസ്റ്റ്യൻസ് ആർ ദർ. ഇല്ല അനു, കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇറിഗേഷൻ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. KWA മോക്ക് ടെസ്റ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ തുടങ്ങിയ ഒരു ഉദ്ദേശം എങ്ങനെയായിരുന്നു, 30-35 ദിവസം കൊണ്ട് ഒന്ന് അടിച്ചു പിടിച്ച് തീർക്കാന്നുള്ള ലെവലിൽ തുടങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആപ്ലിക്കേഷൻ മീൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് മോക്ക് ടെസ്റ്റ് എനേബിൾ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി KWA പ്ലാനിലോ വെൽഡർ പ്ലാനിലോ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അപ്പൊ പിന്നെ എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ നമുക്കൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ വേക്കൻസി വരുന്നത് അതായതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിലെ ആൾക്കാർക്ക് കൂടെ കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്തത്. അപ്പൊ നമുക്ക് മറ്റേ ഇത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തു തരാം. ഈ 8 സെക്ഷൻസ് കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യാം. ബാക്ക് പിച്ചും റോ പിച്ചും സെയിം തന്നെയാണ് നോർമലി പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഫൗണ്ടറി ക്വസ്റ്റ്യൻസ്, എന്താ പറയാ, ഫൗണ്ടറിയുടെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഫൗണ്ടേഷൻ ബോൾട്ട് ആയിരുന്നു. പിന്നെ ഫൗണ്ടേഷൻ ബോൾട്ട് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരാല്ല. പിന്നെ ഉള്ളത് നമ്മുടെ സോൾഡ് വർക്ക്സ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ സെക്ഷൻസ് തന്നെ ഇൻക്ലൂഡ് ആയി പോയിക്കോളും. അവൈലബിലിറ്റി ഉണ്ടോ എന്നാണ് നോബിളെ ചോദിച്ചത്. അവൈലബിൾ എന്റെ കയ്യിലില്ല. ഇല്ല, കയ്യിലില്ല. ഓക്കെ, എന്തെങ്കിലും ഞാൻ എപ്പോഴും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലേ? അത് സൈറ്റിലൊന്നും ഇല്ലാതെ തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അമൽസാജ് നോട്ടൺ ആണ് കേട്ടോ, സോൾഡ് വർക്ക്സ് നോട്ടൺ ആണ്. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ സെക്ഷൻസിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. കാരണം അതിലധികം ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം കുറച്ച് ബൂളിയൻ ഓപ്പറേഷൻസ്. ഏതൊക്കെയാ ബൂളിയൻ ഓപ്പറേഷൻസ്? ഞാൻ ജസ്റ്റ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം സോൾഡ് വർക്ക്സിനെ. അധികം കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടില്ല, കാരണം പുതിയ ഏരിയ ആയതുകൊണ്ടായിരിക്കും. സോൾഡ് വർക്ക്സ് 3D സോഫ്റ്റ്വെയർ ആണ് അല്ലെ, 3D സോഫ്റ്റ്വെയർ ആണ്.
അപ്പൊ ഇതിൽ കുറച്ച് ബൂളിയൻ ഓപ്പറേഷൻസ് അറിയണം. ബൂളിയൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാം? എക്സ്ട്രൂഡ്, റിവോൾവ്, പിന്നെ എനിബഡി കുറച്ച് പേർക്കെങ്കിലും യൂണിഗ്രാഫിക്സോ സോളിഡ് വർക്സോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ളവർ? സബ്സ്ട്രാക്ട്, എക്സ്പ്ലോഡ്, യൂണിയൻ, ഓക്കെ. അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഓപ്ഷൻസ് ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക. ഓക്കെ, ഇത് എന്തിനു വേണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നു മാത്രമാണ് ചോദിക്കുക. കാരണം നമുക്ക് തന്നെ അറിയാം ഒരുപാട് വൈഡ് ആയിട്ടൊന്നും അതിൽ ചോദ്യം വരാൻ സാധ്യതയില്ല, മീൻസ് വരാൻ പറ്റില്ല. പിന്നുള്ളത് ക്വസ്റ്റ്യൻസ് ബേസിക്കലി വരിക കൂടുതലും വരെ ഓട്ടോകാഡ് ആയിരിക്കും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെ കറക്റ്റ് ആയിട്ട് നോക്കി പോവാം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു 3D മോഡ് അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് സോൾവ് വർക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഐഡിയ കിട്ടും. അപ്പം അവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ട് മാറും. റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആക്സിസ് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹോളോ സിലിണ്ടർ കിട്ടും. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന കുറച്ച് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ ഏതാണ് റിവോൾവ് യൂസ് ചെയ്യാൻ പറ്റുക? പോയിന്റ് ഉണ്ടാവും, പോയിന്റ്, ലൈൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ തരും. എന്നിട്ട് ഇതിൽ റിവോൾവ് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ബട്ട് നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, നമുക്ക് ഒരു മിസ്ലേനിയസ് ടോപ്പിക് ആയിട്ട് അതിന്റെ കൂടെ കയറി പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് റിവിഷൻ ഞാൻ ഡേറ്റ് അറിയിക്കാം. ഓക്കെ, നമുക്ക് അതിനെ സ്പെൽറ്റ് എന്ന് പറയാം, പക്ഷെ അവിടെ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾഡർ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, കാരണം അതൊരു ഹാർഡ് സോൾഡറിന് എക്സാമ്പിൾ അല്ലേ. ഞാനതൊരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തത് ഒരു IT ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ്. അതില് സോൾഡർ ആണ് ആൻസർ. നമുക്കും എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ഇന്ന ക്ലാസ് മേലെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ് മോർണിംഗ് അറിയിക്കാം. ഓക്കെ, വെൽഡ് ടേബിൾ വെച്ചൊരു മോക്ക് ടെസ്റ്റ് പ്ലാൻ. മോക്ക് ടെസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, നമുക്ക് അതിൽ റിവിഷൻ നടത്താം കേട്ടോ. പ്രധാനപ്പെട്ട ടേബിളുകളും കാരണം അതൊക്കെ ഒരു എന്താ പറയാ, അതൊരു ടേബിൾസ് എപ്പോഴും നമുക്കൊരു ഡിഫിക്കൽറ്റി ആണ്. അപ്പൊ അത് റിവിഷൻ ആയിട്ട് നമുക്ക് നടത്താം. കൂടുതൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂസ് ആണ് കൂടുതൽ PSC ഫോക്കസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്കൊന്ന് വെൽഡർ എക്സാമിനില്ല, വെൽഡർ എക്സാമിന് കൂടുതലും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂ. പിന്നെ അഥവാ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോഡ് സൈസ്, അതുപോലെ തന്നെ കൺസെപ്ഷൻ ഓഫ് എത്രത്തോളം ഇത് കൺസെപ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് 28ന്റെ ടേബിളൊക്കെ ഒന്ന് കറക്റ്റ് പഠിച്ചാൽ അത് നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ടേബിളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെയ്യാൻ ഒരു കിട്ടുമ്പോൾ ഈ ആപ്പ് കിട്ടുമ്പോൾ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യാണ്. മൺഡേ കുറച്ച് റഷ് ആണ് തോന്നുന്നു. ഐ തിങ്ക് ഇറിഗേഷനിലെ ഗ്രേഡ് 1 ക്ലാസ് ഉള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുധനാഴ്ച ഗ്രേഡ് 1 ക്ലാസ് ഇപ്പൊ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മാറ്റാൻ പറ്റുമെന്നും കൂടെ നോക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.